നിങ്ങളാരും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ കടന്നുകൂടിയ ഒരു കുടുംബമുണ്ട്. അത് നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. മിസ്റ്റർ ജാലും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും. ഈ മിസ്റ്റർ ജാൽ എന്ന് വെച്ചാൽ അർത്ഥം ജെ ഫോർ ജലസി, എച്ച് ഫോർ ഹേറ്റ്രഡ്, എ ഫോർ ആങ്കർ ആൻഡ് എൽ ഫോർ ലെഗ് പുള്ളിങ്, കാലുവലി. ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അസൂയ കൊണ്ട് മറ്റാൾ കാല് പിടിച്ച് വലിക്കുന്ന ലോകം. അതുകൊണ്ട് ഈ മിസ്റ്റർ ജാലിൻ്റെ അതുപോലെ വൈഫിൻ്റെ പേരാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ്. കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ. എവിടെയാണോ അസൂയ നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത്, ഏത് മനസ്സിനെയാണോ ക്രോധം കീഴ്പ്പെടുത്തുന്നത്, ഏത് മനസ്സിൻ്റെ ഉള്ളിലാണോ അഹങ്കാരം കത്തിജ്വലിക്കുന്നത്, ഏത് മനസ്സിൻ്റെ ഉള്ളിലാണോ മറ്റുള്ളവരോടതായിട്ടുള്ള അസൂയയും അതുപോലെ വിദ്വേഷവും വെറുപ്പും ജനിക്കുന്നത്, അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവരുടെ വൈഫ് കയറിയിരുന്നിരിക്കും. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ തന്നെ തെറ്റിദ്ധാരണകളെ ഉണ്ടാവുള്ളൂ. ഏത് കുടുംബത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മിസ്റ്റർ ജാലും മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ ആ വീടിനുള്ളിൽ ബഹളവും വഴക്കല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മനസ്സിൻ്റെ മായാജാലത്തെ മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് മനസ്സെന്തൊക്കെ പ്രവർത്തിക്കുന്നു അത് നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. മുഖ്യമായിട്ടും മനസ്സ് ചെയ്യുന്ന ഒന്നാമത്തെ പ്രക്രിയയാണ് ചിന്തിക്കുക എന്നുള്ളത്. കാരണേ. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണും തോന്നുന്നുണ്ടോ? സ്വപ്നം കാണുന്നതിലൂടെ ഉറങ്ങുമ്പോഴും ചിന്തിക്കുന്നു. കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് പിന്നെ പഠിക്കാം. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്, എന്താണ് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് ലൈഫിലെല്ലാം നേടിയെടുക്കുന്നു, അതൊക്കെ നമുക്ക് പിന്നെ കാണാം. എന്തായാലും ഈ രണ്ട് തലങ്ങളിലും ചിന്തകൾ എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തയില്ലാത്തൊരു നിമിഷം മനസ്സിനില്ല. കടലിൽ അലയില്ലാത്തൊരു സമയമില്ലാത്തതുപോലെ നമ്മുടെ മനസ്സിൽ ചിന്തകളില്ലാത്ത ഒരു സമയവും ഉണ്ടായിരിക്കില്ല. ഒന്നാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ചിന്തയാണ്.